10ാം ക്ലാസ് മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസിലെ പ്രധാനപ്പെട്ട ഇക്വേഷനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. x2 - x1 ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഈ രണ്ട് ഇക്വേഷനുകളാണ് കോമൺ ഡിഫറൻസ് കാണുവാനായി ഉപയോഗിക്കാറുള്ളത്. ആൽജിബ്രിക് ഫോം കാണുവാനായി xn = dn + f - d, സമ്മ് കാണാനായി n/2 × x1 + xn, ഈവൻ നമ്പറിൻ്റെ സമ്മ് കാണാനായി n × n+1, ഓഡ് നമ്പറിൻ്റെ സമ്മ് കാണാനായി n². രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസിലെ മെയിൻ കൺസെപ്റ്റും ഇക്വേഷനുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡുകളും കൂടി സർക്കിളിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ 90 ഡിഗ്രി ലഭിക്കും. ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡുകളും കൂടി സർക്കിളിന് ഉള്ളിൽ ലഭിക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ലഭിക്കും. അഥവാ ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡുകളും കൂടി സർക്കിളിൻ്റെ പുറത്ത് കിട്ടുകയാണെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ കുറവ് ലഭിക്കും. ഒരു സർക്കിളിൽ റെക്റ്റാങ്കിൾ വരച്ച് അതിൻ്റെ നാലറ്റവും സർക്കിളിലാണ് തട്ടുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സപ്ലിമെൻ്ററി ആയിരിക്കും, അഥവാ 180 ഡിഗ്രി ആയിരിക്കും. ഇതിനെ സൈക്ലിക് കോർഡിലേറ്റർ എന്ന് പറയും. അഥവാ അതിൻ്റെ ഒരറ്റം സർക്കിളിന് പുറത്താണെങ്കിൽ 180 ഡിഗ്രിയേക്കാൾ കുറവ് ലഭിക്കും. അഥവാ സർക്കിളിനകത്താണെങ്കിൽ 180 ഡിഗ്രിയേക്കാൾ കൂടുതൽ ലഭിക്കും. സർക്കിളിനകത്ത് രണ്ട് കോഡുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് PA × PB = PC × PD. അഥവാ സർക്കിളിൽ രണ്ട് ഡയമീറ്ററുകളാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെങ്കിൽ PA × PB = PC². സർക്കിളിനകത്തുള്ള രണ്ട് കോഡുകൾ പുറത്തേക്ക് നീട്ടി വരച്ച് ഒരു പോയിന്റിൽ തട്ടുകയാണെങ്കിൽ PA × PB = PC × PD. മൂന്നാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൽ രണ്ട് കൺസെപ്റ്റുകളാണുള്ളത്. പ്രോബബിലിറ്റി കാണാനായി നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് കാണാനായി നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്. നാലാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ മെയിനായിട്ട് ഒരു ഇക്വേഷനാണുള്ളത്. -b ± √b² - 4ac/2a. അഞ്ചാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രി. ഇപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളായ 30, 60, 90 എന്ന ഡിഗ്രിയിൽ അളവുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായി 1:3:2 എന്ന റേഷ്യോ ആണ് ഉപയോഗിക്കുക. ഇപ്പോൾ 45, 45, 90 ആണെങ്കിൽ 1:1:√2 എന്ന റേഷ്യോ ഉപയോഗിച്ചാണ് ലെങ്ത് കണ്ടുപിടിക്കുക. ഇനി ഈ പാഠത്തിലെ മെയിനായിട്ടുള്ള ഇക്വേഷനുകൾ: sin x കാണാനായി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, cos x കാണാനായി അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, tan x കാണാനായി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇത് എളുപ്പത്തിൽ ഓർമ്മിച്ച് വെക്കാനായി കാട്ടോ എന്ന് ഓർമ്മിക്കുക. ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ട് ഈ സർക്കിളിൻ്റെ റേഡിയസ് കാണാൻ പറയുകയാണെങ്കിൽ 2r = a/sin a എന്ന ഇക്വേഷനും r = a/2sin a എന്ന ഇക്വേഷനും ഉപയോഗിക്കാം. ആംഗിൾ ഓഫ് എലവേഷൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആറാമത്തെ ചാപ്റ്ററായ കോർഡിനേറ്റിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണുള്ളത്. x1 - x2 y1 - y2 √x1 - x2 2 y1 - y2 2. ഒരു ഇക്വേഷനും കൂടിയുണ്ട്. ഡിസ്റ്റൻസ് = √x² + y². ചാപ്റ്റർ 7ലെ ടാൻജൻറ്റിലെ കൺസെപ്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ആംഗിളൊക്കെ തന്നു കഴിഞ്ഞാൽ കാണേണ്ടതെന്നും പിന്നെ അതിൻ്റെ റൂൾസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പാഠത്തിലും PA × PB = PC² എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ r = a/s എന്ന ഇക്വേഷനും ഉണ്ട്. ചാപ്റ്റർ 8 സോളിഡ്സ്. സ്ക്വയർ പിരമിഡിൽ ബേസ് ഏരിയ കാണാനായി a², ലാറ്ററൽ സർഫേസ് ഏരിയ കാണാനായി 2al, ടോട്ടൽ സർഫേസ് ഏരിയ കാണാനായി a² + 2al, കർവ്ഡ് സർഫേസ് ഏരിയ കാണാനായി πrl, കോണിൻ്റെ സർഫേസ് ഏരിയ കാണാനായി πrl + πr²,
കോണിൻ്റെ വോളിയം കാണാനായി 1/3 ഇൻറ്റു πr² ഇൻറ്റു h. സ്ഫിയറിൻ്റെ സർഫേസ് ഏരിയ കാണാനായി 4πr², വോളിയം കാണാനായി 4/3 πr³. ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കാണാനായി 3πr², വോളിയം കാണാനായി 2/3 πr³. മൂന്നാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ആൽജിബ്ര. മിഡ് പോയിൻ്റ് കാണാനായി x1 + x2/2, y1 + y2/2. സ്ലോപ്പ് കാണാനായി y2 - y1/x2 - x1. ഇനിയിപ്പോൾ ഒരു പാരലോഗ്രാമിൻ്റെ 3 വെർട്ടിസസ് തന്നിട്ട് 4ാമത്തെ വെർട്ടിസസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ x1 + x2 - x3, y1 + y2 - y3 അങ്ങനെ ചെയ്താൽ മതി. സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാനായി x - a² + y - b² = r². പോളിനോമിയലിൽ കുറച്ച് കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. സ്റ്റാറ്റിക്സിലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ള കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പുതിയ വീഡിയോസ് ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.